നീ ഡിഗ്രിക്ക് സംസ്കൃതമല്ലേ എടുത്തിരുന്നത്? ഓ, സംസ്കൃതി വാർത്താശ്വങ്താം പ്രവാചക ജുംതി, സംസ്കൃതം തന്നെ എടുത്തത്. അതല്ല, സംസ്കൃതം പഠിച്ച നീ എങ്ങനെ ഇംഗ്ലീഷ് അക്കാദമി തുടങ്ങും? അതെന്തൊരു വർത്താനം മാമ. ഈ തേങ്ങ ഇടുന്നവരെല്ലാം തെങ്ങിക്കയറാൻ അറിയാവുന്നവരാണ്. എങ്ങനെ? ഈ തേങ്ങ ഇടുന്നവരെല്ലാം തെങ്ങിക്കയറാൻ അറിയാവുന്നവരാണ്. തെങ്ങിക്കയറാൻ അറിയാതെ പിന്നെ എങ്ങനെയാടാ തേങ്ങ ഇടുന്നത്? ഒരു ഉദാഹരണം പാളിപ്പോയെന്ന് വെച്ച് അതിൽ കയറി പിടിക്കണ്ട. ഇംഗ്ലീഷിനെ മാമൻ ഒരു തേങ്ങയുമായി ഉപമിച്ച് ഇൻസൾട്ട് ചെയ്യും. ശരിയായില്ല. ഞാൻ നിന്റെ ഇംഗ്ലീഷ് പറിക്കാണോ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഞാൻ ഒരു ചോദ്യം ചോദിക്കും, എന്നിട്ട് തീരുമാനിക്കാം. വേർ ഈസ് യുവർ ഫാദർ? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? വേർ ഈസ് യുവർ ഫാദർ എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. വേർ ഈസ് നോട്ട് മൈ ഫാദർ. മൈ ഫാദർ ഉത്പലാക്ഷം പിള്ള. നിങ്ങളെ കൂടെ 5ാം ക്ലാസ് വരെ പഠിച്ച ഉത്പലാക്ഷം പിള്ള. അതെല്ലാം പോട്ടെ, നീ ആഹാരം വല്ലതും കഴിച്ചാ? ഞാൻ അതാ ഫുഡ് വിളിച്ചു പറയാൻ പോണു. നോ, ഐ ആം എ ഡയറ്റ്, വെരി സ്ട്രിക്റ്റ് ഡയറ്റ്. ഇവിടെ മുക്കോല കുഞ്ഞിമുറ്റം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അടിപൊളി ബീഫാണ്. നിനക്കും കൂടെ പറയിട്ടാ? വേണ്ട എന്ന് പറഞ്ഞാ എനിക്ക് വേണ്ട. എനിക്ക് ബീഫ് ഇഷ്ടമല്ല. ഐ ആം എ ഡയറ്റ്, എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. നിനക്ക് വേണം? എനിക്ക് വേണ്ട. ആ ഫോണിങ്ങട്. മാമ, ഞാൻ അവിടെ ഇരിക്കാം. ഞാൻ അവിടെ ഇരിക്കാം. വാഴയിലയില് പൊതിയണതാണ് അവന്മാരെ ഒരു മെയിൻ. ഈ വാഴയിലയും സവാളയും ബീഫും എല്ലാം കൂടെ വരുമ്പോ ഒരു മണം തന്നെ മോനെ, ഒരു 1.5 മണം. ഇനി എങ്ങനെയാ ഇംഗ്ലീഷ് പഠിപ്പിക്കണ? ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് സവാളയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കണേ? അത് ഞാൻ പഠിപ്പിക്കാം. അതിന് ഈ സവാള കൊള്ളാം. സവാളയൊക്കെ കൊള്ളാം. ഇത് ഈ ഗ്രേവിയൊക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോ നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യം ഇപ്പൊ വരാമേ. മാമി, മാമി, ഫ്ലാറ്റൊന്നും വേണ്ടായി, ഇല ഇരിക്കല്ലേ. എല്ലാരെയും വിളിച്ചാ? വിളിച്ച്. മാമ, ഞാൻ സംഗതി ഡയറ്റിലൊക്കെയാണ്, പക്ഷെ ഞാൻ ഇതുപോലെ കഴിക്കും. വാ, വേണ്ട, ഡയറ്റൊക്കെ പൊളി. ഈ അക്കാഡമിയൊക്കെ തുടങ്ങുമ്പോ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല. അവന്റെ ഒരു ഡയറ്റ്. ഈ ഇല എടുത്ത് വെളിയിൽ കളഞ്ഞേരാ. എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട.